ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്ത് മേക്കെഴുകലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മക്കളാണ് വിളക്ക് വയ്ക്കുക. അപ്പോൾ അങ്ങനെ വിളക്ക് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തൊഴുതിട്ട് നേരെ പോണത് നമ്മുടെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ വൈകുന്നേരത്ത് വിളക്ക് വയ്ക്കലും ദീപാരാധനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതാ അമ്പലത്തിലെത്തിയിട്ടോ. അമ്പലത്തിൽ മക്കൾ ഇതാ പായൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം, ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നിട്ട് സന്ധ്യാനാമം ചെല്ലും. എല്ലാവരും കൂടി, തറവാട്ടിലുള്ളവരും ഇവിടുത്തവരും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ചെല്ലുക. അങ്ങനെ നാമം ചെല്ലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു. അപ്പോഴേക്കും മക്കൾ പഠിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിക്കുകയാണ്. കാരണം നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കലും അടുക്കളയത്തെ പരിപാടികളൊക്കെ ഒതുക്കണം എന്നുള്ളൊരു ഇതിലാണ്. അപ്പോൾ ദാ ഇന്ന് ചോറിന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പടം കൂടിയും കാച്ചി. പിന്നെ അതാ ഇത് നമ്മുടെ മസാലക്കറി കേട്ടോ. നമ്മൾ ഓണത്തിനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി വെച്ചു. അപ്പോഴേക്കും മക്കൾ വന്ന് ഓരോരുത്തർ വന്ന് എടുത്തും കൊണ്ട് പോകാൻ തുടങ്ങിയിട്ടോ. പിന്നെ ഞാനും കഴിക്കായിരുന്നു. എന്താ, മോന് പച്ചവെള്ളമാണ് ഇഷ്ടം, മോൾക്ക് ചുടുവെള്ളം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. പിന്നെ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കൽ കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടത്. പിന്നെ ഒക്കെ കഴുകാനുള്ളതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അതിൽ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. പിന്നെ വേസ്റ്റൊക്കെ പാടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ പണി നമ്മുടെ ഗ്യാസ് അടുപ്പില്ലേ, അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. പിന്നെ ചുമരുമയ്ക്ക് തെറിച്ചിട്ടുണ്ടായിരിക്കും, വെള്ള ടൈൽസ് ആയതുകൊണ്ട് നേരെ അറിയും കേട്ടോ. അപ്പോൾ അത് എന്താ നല്ലൊരു കാര്യമായി, അങ്ങനെ വെള്ള ടൈൽസ് ആയതുകൊണ്ട്. അപ്പോൾ ഞാനത് വേഗം തുടച്ചെടുത്തു. പിന്നെ അതാ നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ട് പിന്നെ വൈപ്പർ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതൊന്ന് തുടച്ചെടുക്കും. അങ്ങനെ ഏകദേശം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള മെയിൻ പരിപാടി പാത്രം കഴുകലാണ് കേട്ടോ. പാത്രം കഴുകൽ എപ്പോഴും വലിയൊരു ടാസ്ക് തന്നെയാണ്. പാത്രം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് കൈയോടെ പാത്രം എടുത്തേക്കും കൂടി ചെയ്തു. അവിടെയൊക്കെ വെള്ളം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വൈപ്പർ വെച്ചിട്ടൊന്ന് എടുത്തു. പിന്നെയുള്ള പണി ഇതാ വേസ്റ്റൊക്കെ എടുത്ത് പിന്നെ നമ്മുടെ സോപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വേസ്റ്റ് കുറച്ചുണ്ടായിരുന്നു, കൊണ്ടുപോയി കളയണം. അല്ലെങ്കിൽ വൈകുന്നേരം പിന്നെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലേക്ക് ഭയങ്കര മണാവും. നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിടണമല്ലേ. അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്നും ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാ ഭാഗവും രാത്രിയാണ് അടിച്ചു വാരിയിടുക. പിന്നെ രാവിലെ വേഗം തുടച്ചിട്ട് വിളക്ക് വയ്ക്കാമല്ലോ എന്നുള്ള ഇതിലാണ്. അപ്പോൾ അങ്ങനെ അടുക്കള മുതൽ എല്ലാവരും അടിച്ചു വാരിയിട്ട് അടുക്കളയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുക്കളയിൽ നിന്നാണ് കേട്ടോ കോരി കളയുക. അപ്പോൾ ഇതാ വൈകുന്നേരത്ത് കോരി കളയാൻ പാടില്ല പറയും ഉപ്പല്ലേ. അപ്പം ഞാൻ വൈകുന്നേരത്ത് അത് പുറത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ രാവിലെയാണ് കളയാറുള്ളത്. അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോഴാണ് വാഷ് ബേസ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഈ വാഷ് ബേസും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഒരു വാഷ് ബേസ് ഉണ്ടല്ലോ, അതും ദിവസവും കഴുകും കേട്ടോ. അതിൽ ആരും കൈ കഴുകും ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഈ കുട്ടികൾ കുങ്കുമവും ചന്ദനമൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ വെള്ള വാഷ് ബേസാണ്. അപ്പോൾ അതിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കളയും. പിന്നെ അതാ നമ്മളവിടെയൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്ന തുണിയും കൂടി ഒന്ന് കഴുകി വെച്ചു. പിന്നെ പൈപ്പും ഒക്കെ കഴുകിയിട്ട്, സ്റ്റീലിൻ്റെ പൈപ്പ് അതും കഴുകിയാൽ നല്ല പോലെ ഇങ്ങനെ ഇതുണ്ടായി, അല്ലെങ്കിൽ സോപ്പിൻ്റെ ഇതൊക്കെ തെറിച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അതാ നമ്മളെ തുടപ്പും കൂടി കഴുകിയിട്ട് ലൈറ്റ് ഓഫാക്കി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെ ഓർമ്മ രാവിലേക്കുള്ള കടല വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന്. എന്നും പറ്റുന്ന പണിയാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ കടന്നിട്ടാവും എണീറ്റ് വരിക, കടല വെള്ളത്തിലിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. കിടക്കുമ്പോഴാണ് ആലോചിക്കുക രാവിലെ എന്താ ഇപ്പോൾ കറി ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടലയും വെള്ളത്തിലിട്ടു. അപ്പോൾ അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ബിഗ് ബോസും കഴിഞ്ഞിട്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ അത്രയുള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.